തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവർ, സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുനാഥൻ നമ്മോട് പറഞ്ഞു വെക്കുന്നത് പരിസയരുടെയും നിയമജ്ഞരുടെയും കാപട്യത്തെ കുറിച്ചാണ്. യേശുനാഥൻ പരിസയരുടെയും നിയമജ്ഞരുടെയും കാപട്യത്തെ കുറിച്ച് ശിഷ്യന്മാരോടും അവിടെ കൂടിയിരുന്ന ഓരോ ജനങ്ങളുമായി പറഞ്ഞു വെക്കുന്നു. അവരുടെ ജീവിത രീതി എപ്രകാരമുള്ളതാണെന്നും അവർ സമൂഹത്തിൽ എപ്രകാരമാണ് പെരുമാറുന്നതെന്നും യേശുനാഥൻ പരോക്ഷമായി അവരെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു വെക്കുന്നു. സ്വയം എളിമപ്പെടുക, മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാതിരിക്കുക എന്ന് യേശുനാഥൻ ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എളിമപ്പെടുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ സ്വന്തം ജീവിതം കൊണ്ട് എളിമ എന്ന ആ പുണ്യം നമുക്ക് പകർന്നു തന്ന യേശുനാഥനെ പോലെ എളിമയിൽ ജീവിക്കുവാനും ആ എളിമ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. സ്വയം എളിമപ്പെട്ടുകൊണ്ട് ജീവിച്ച ഒട്ടേറെ വിശുദ്ധരെ നാം പലപ്പോഴും ഓർമ്മിക്കുകയും അവരെ പറ്റി ധ്യാനിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അവർക്ക് എപ്രകാരമാണ് ഈ എളിമപ്പെടാനുള്ള പ്രചോദനം ലഭിച്ചത്? അത് യേശുവാകുന്ന ആ വലിയ എളിമയിൽ നിന്നാണ്. സ്വയം എളിമപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. ഈ നോമ്പ് കാലഘട്ടം എളിമപ്പെടലിന്റെ ഒരു കാലഘട്ടമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായ അനുഗ്രഹിക്കട്ടെ.